BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അയ്യനെ തൊഴുത് രാഷ്ട്രപതി ഇരുമുടിക്കെട്ട് ക്ഷേത്രനടയിൽ സമർപ്പിച്ചു. അയ്യനെ തൊഴുത് രാഷ്ട്രപതി ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടിയാണ് അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പമ്പയിലെത്തി പമ്പാ സ്നാനത്തിന് ശേഷം 11:30ഓടെയാണ് സന്നിധാനത്തേക്കുള്ള യാത്ര തിരിച്ചത്. സന്നിധാനത്ത് എത്തിയ രാഷ്ട്രപതിയെ കൊടിമര ചുവട്ടിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് മല കയറിയത്. ദർശനത്തിന് ശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിലാണ് വിശ്രമം. നിശ്ചയിച്ചതിലും നേരത്തെയാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. തുടർന്ന് രാവിലെ 9ഓടെ കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലേക്ക് പോവുകയായിരുന്നു. പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. രാത്രിയോടെ രാഷ്ട്രപതി തിരിച്ച് തിരുവനന്തപുരത്ത് എത്തും. പിന്നാലെ ഹോട്ടൽ ഹയാത്ത് റിജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകുന്ന അത്താഴവിരുന്നിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ഇന്ന് രാവിലെ 7:30ഓടെയാണ് രാജ്ഭവനിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്. PM ശ്രീ കേരളം നടപ്പാക്കില്ല. CPIM RSS പരിപാടിയെ പിന്തുണയ്ക്കുവാൻ പോകുന്നില്ല. ബിനോയ് വിശ്വം. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയിൽ നിലപാട് കടുപ്പിച്ച് CPI. പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കുവാൻ പോകുന്നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീ പദ്ധതിയുമായി CPIM മുന്നോട്ടു പോകുമെന്ന് കരുതുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPIക്കും CPIMനും ഒരേ കാഴ്ചപ്പാടാണ് വിഷയത്തിലുള്ളത്. ആ കാഴ്ചപ്പാട് NEP ദേശീയ വിദ്യാഭ്യാസ നയം എന്ന RSS അജണ്ട നടപ്പിലാക്കുവാൻ സാധ്യമല്ല എന്നാണ്. ഫണ്ടും NEPയും തമ്മിൽ ബന്ധമുണ്ട്. NEPയുടെ സ്കീം പൂർണ്ണമായി നടപ്പിലാക്കാതെ ഫണ്ട് കിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. 6 പില്ലേഴ്സിനെ കുറിച്ച് PM ശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ കുറിപ്പുകളിലും വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് NEPയാണ്. ആശയപരമായും രാഷ്ട്രീയപരമായും RSSനെ എതിർക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPIM. അതുകൊണ്ട് CPIM RSS പരിപാടിയെ പിന്തുണയ്ക്കുവാൻ പോകുന്നില്ല, അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. പ്രതിഷേധവുമായി ബന്ധുക്കൾ. തൃശൂരിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചിറ സ്വദേശി ലിൻഡോ ജോർജിനെയാണ് രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറ്റിച്ചിറയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വടിവാൾ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. കേസിലെ പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്നതിനായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയച്ച യുവാവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആയിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ലിൻഡോയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നില്ലെന്നും രാത്രി ജീപ്പിൽ കയറ്റി നഗരത്തിലേക്ക് ചുറ്റിക്കറക്കുകയായിരുന്നുവെന്നും അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവിടുകയായിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞു. പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷം നല്ല ഭയത്തോടെയാണ് ലിൻഡോ പെരുമാറിയിരുന്നത്. പേടിയാകുന്നുവെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. പോലീസ് തന്നെ വേട്ടയാടുകയാണെന്നും പ്രതിയെ പോലെയാണ് പെരുമാറുന്നതെന്നും ലിൻഡോ പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. പോലീസിന്റെ സമ്മർദ്ദം മൂലമാണ് ലിൻഡോ ജോർജ് ആത്മഹത്യ ചെയ്തത് എന്നുമാണ് ആരോപണം. കൊല്ലം പ്രീമിയർ ലീഗ് സീസൺ 6ന്റെ ജേഴ്സി ആൻഡ് ട്രോഫി ലോഞ്ചിംഗ് സെറമണി വെള്ളിയാഴ്ച. കൊല്ലം പ്രീമിയർ ലീഗും കൊല്ലം പൈതൃകവും സംയുക്തമായി ഒക്ടോബർ 30, 31 തീയതികളിലായി കാനൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന കൊല്ലം പ്രീമിയർ ലീഗ് സീസൺ 6ന്റെ ജേഴ്സി ആൻഡ് ട്രോഫി ലോഞ്ചിംഗ് സെറമണി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ ദമാം ലുലു മാളിൽ നടക്കും. പ്രശസ്ത പിന്നണി ഗായിക അഭയ ഹിരൺമയും സോഷ്യൽ മീഡിയ വൈറൽ താരം ഹിഷാം അങ്ങാടിപ്പുറവും അതിഥികളായി എത്തുന്ന സംഗീത സന്ധ്യ ചടങ്ങിന്റെ ഭാഗമായുണ്ടാകും. കിഴക്കൻ പ്രവിശ്യയിൽ ക്രിക്കറ്റിന് സമഗ്ര സംഭാവനകൾ ചെയ്ത കളിക്കാർക്കായി പൈതൃകം നൽകുന്ന സ്പെഷ്യൽ അവാർഡും കൊല്ലം പ്രീമിയർ ലീഗ് ഈ വർഷം മുതൽ നടപ്പിലാക്കുന്ന ജീവകാരുണ്യ അവാർഡ് പ്രവാസ ലോകത്തെ ബിസിനസ് പ്രമുഖനും ജീവകാരുണ്യ രംഗത്ത് സമഗ്ര സംഭാവനകളും ചെയ്യുന്ന കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി നസീർ വെളിയലിന് സമർപ്പിക്കും. KPL സീസൺ 6ന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ഏറ്റവും നിർധനമായ ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകുവാനും ആ കുടുംബത്തിലെ 2 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുവാനും KPL തീരുമാനിച്ചു. നാട്ടിൽ നിന്നും സൌദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി കൊല്ലം ജില്ലക്കാരായ ക്രിക്കറ്റ് താരങ്ങളെ ഉൾപ്പെടുത്തി 30, 31 തീയതികളിൽ നടത്തുന്ന KPL സീസൺ 6ൽ JK കരുനാഗപ്പള്ളി ഹിറ്റേഴ്സ്, കൊട്ടാരക്കര 11 സ്റ്റാർസ്, റാണൂർ റിവഞ്ചേഴ്സ്, കൊല്ലൂർ വിള നൈറ്റ് റൈഡേഴ്സ്, തേവലക്കര എസ് യുണൈറ്റഡ്, ചടയമംഗലം അസ്ട്രോസ്, കടക്കൽ കെൻസ, ഓടനാവട്ടം ബ്ലാസ്റ്റേഴ്സ്, അഞ്ചൽ വാരിയേഴ്സ്, പുനലൂർ സ്മാഷേഴ്സ് എന്നീ ടീമുകൾ പങ്കെടുക്കുന്നു.
24-ാം തീയതി ലുലുവിൽ നടക്കുന്ന ട്രോഫി ആൻഡ് ജേഴ്സി ലോഞ്ചിംഗ് സെറമണിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി KPL ചെയർമാൻ നജീം ബഷീർ, ജനറൽ കൺവീനർ ഷൈജു വിളയിൽ, ട്രസ്റ്റി ബിജു അബ്ദുൽ അസീസ്, രക്ഷാധികാരികളായ സുരേഷ് റാവുത്തർ, നൌഷാദ് തഴവ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അച്ഛന്റെ ഡ്രൈവർ 5 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. ഇഷ്ടികയും കത്തിയും ഉപയോഗിച്ച് അരും കൊല. ഡൽഹിയിൽ 5 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തി. ഇഷ്ടികയും കത്തിയും ഉപയോഗിച്ചാണ് കൊല നടത്തിയത്. പിതാവിന്റെ മുൻ ഡ്രൈവർ നീതുവാണ് കൊല നടത്തിയത്. പ്രതികാര കൊലപാതകമെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹി നരേലയിലാണ് സംഭവം. പ്രതിയുടെ വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഒളിവിൽ പോയ പ്രതിക്കായി തിരച്ചിൽ തുടരുന്നതായി പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം 3:30 നരേല ഇൻഡസ്ട്രിയൽ ഏരിയ പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ കാണാനില്ലെന്ന് അറിയിച്ചുകൊണ്ട് ഒരു കോൾ ലഭിച്ചതായും പിന്നീട് നീതു താമസിച്ചിരുന്ന പൂട്ടിയിട്ട മുറിയിൽ നിന്നും കുട്ടിയെ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തിയതായും പോലീസ് പറയുന്നു. നീതു ഒളിവിലാണ്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് കണ്ടത്. പൂട്ട് പൊട്ടിച്ച നിലയിലായിരുന്നു. തലയിൽ നിന്നും കഴുത്തിൽ നിന്നും രക്തം വാർന്ന നിലയിൽ കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നതും കണ്ടെത്തി. സംഭവസ്ഥലത്ത് നിന്നും ഒരു കത്തിയും ഇഷ്ടികയും കണ്ടെത്തി. കുട്ടിയെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വാസവന്റെ രാജി നിർബന്ധം. 24-നും 25-നും BJP സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. 280 കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ. 10,000 കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും. രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ള ഹൈക്കോടതി പരാമർശത്തിൽ മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP ആദ്യം മുതൽ പറയുന്ന കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞത്. 4.5 കിലോ സ്വർണം ദേവസ്വം ബോർഡ് മുക്കി. ഇത് വീഴ്ചയല്ല, കൊള്ളയാണ്. ഹൈക്കോടതി പരാമർശത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനാണ് മുഖ്യമന്ത്രി ചാടിയിറങ്ങി RSSനെതിരെ പ്രതികരിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ദേവസ്വം മന്ത്രിയോ ദേവസ്വം ബോർഡിനെ പറ്റിയോ ഒന്നും പറയുവാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല. നുണ പറഞ്ഞ് ജനങ്ങളെ വിഭജിച്ച് ശ്രദ്ധ തിരിക്കുവാനാണ് ശ്രമിക്കുന്നത്. 10 വർഷം എന്ത് ചെയ്തു എന്ന് പറയുവാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. CPIM രാഷ്ട്രീയം തുടങ്ങുന്നത് വർഗ സംഘർഷത്തിലൂടെയാണ്. മുഖ്യമന്ത്രി വർഗീയ സംഘർഷമുണ്ടാക്കുവാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളെ നുണ പറഞ്ഞ് വിഭജിക്കുന്ന രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞുവെന്നും അദ്ദേഹം വിമർശിച്ചു. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ മന്ത്രി വാസവൻ രാജിവെക്കണം. ഇന്നലെ ഇന്ത്യൻ ഗവൺമെന്റിന് നിവേദനം അയച്ചു. ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂർ ദേവസ്വം ബോർഡിലും 25 കോടി കാണാനില്ല. പിന്നിൽ വൻ ഗൂഢാലോചന നടക്കുന്നു. വർഗീയ രാഷ്ട്രീയം കളിക്കുവാൻ ഇനി BJP സമ്മതിക്കില്ല. ദേവസ്വം ബോർഡ് ഇടപാടുകളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രി എന്തിന് വർഗീയ വിഷം പരത്തുന്നു? എന്തുകൊണ്ടാണ് ഹിന്ദു അമ്പലങ്ങളിൽ മാത്രം ഇത്തരം കൊള്ള നടക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സ്കൂളുകളെ മാത്രം ഭീഷണിപ്പെടുത്തുവാൻ നടക്കുന്നത്? നാടിന്റെ മതേതരത്വവും സമാധാനവും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അല്ല. പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും എന്ത് കസർത്ത് ചെയ്താലും സമ്മതിക്കില്ല. BJPയുടേത് അവസരവാദ രാഷ്ട്രീയമല്ല, വിശ്വാസമാണ് പ്രധാനം. മന്ത്രി വാസവന്റെ രാജി നിർബന്ധമെന്നും 24-25 തീയതികളിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. 24-ന് വൈകുന്നേരം തുടങ്ങി 25 വരെ നീണ്ടുനിൽക്കും. 10,000 കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും. NDA പ്രവർത്തകർ 280 കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കും. PM ശ്രീയെ KC വേണുഗോപാൽ കോമഡി പറയുകയാണോ? PM ശ്രീയെപ്പറ്റി KC വേണുഗോപാൽ പഠിച്ചിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. സമരം ശക്തമാക്കി ആശാ വർക്കേഴ്സ് അസോസിയേഷൻ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടരുന്ന സമരം ശക്തമാക്കി ആശാ വർക്കേഴ്സ് അസോസിയേഷൻ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 8 മാസക്കാലമായി സമരം തുടരുകയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ തുക നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരം 8 മാസം പിന്നിടുമ്പോഴാണ് ആശാപ്രവർത്തകർ മാർച്ച് നടത്തിയത്. PMG ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ക്ലിഫ് ഹൌസ് വരെയായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വച്ച് തടഞ്ഞു. 3-ലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രിയെ കാണാതെ തിരിച്ചു പോകില്ലെന്ന നിലപാടിലായിരുന്നു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പോലും പരിഗണിക്കുവാൻ സർക്കാർ ഇതുവരെ തയ്യാറായില്ലെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.